കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് അർജുൻ കൃഷ്ണയാണ്. ഏതായാലും നമ്മുടെ അർജുൻ കൃഷ്ണ നല്ല മിടുക്കനായിട്ട് നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. അപ്പൊ അർജുൻ കൃഷ്ണയോട് തന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അർജുൻ കൃഷ്ണ, ഹായ്. ഹലോ സാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ് അല്ലെ? എങ്ങനെ പോകുന്നു? പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാന്നേ ഉള്ളോ? അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്. 7ാം ക്ലാസ് ഇപ്പൊ തീരാറായല്ലോ. ഇനിയിപ്പോ അടുത്ത 8 8ലേക്കുള്ള ഒരു ഭയങ്കര ജൈത്രയാത്ര നടക്കാൻ പോവല്ലേ? ക്ലാസ്സിലൊക്കെ എങ്ങനെ? നല്ല മിടുക്കനാണോ? ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വീട് എവിടെയാണ് കറക്റ്റ്? വീട് ചെമ്മക്കാട്. ചെമ്മക്കാടോ? ചെമ്മക്കാടാണ്. അവിടെ ഒരു കൊച്ചു സ്ഥലത്ത് ചാറുകാടെന്ന്. ഓ, അവിടെ ഒരു കൊച്ചു സ്ഥലമുണ്ടോ? ആ കൊച്ചു സ്ഥലത്തുള്ള ചെമ്മക്കാട്ടിലാണ്. ഓ, അവിടെയാണ് താമസിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും ഒരനിയനും അമ്മുമ്മയും. അപ്പം എനിക്കത് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഇതേ കുടുംബം തന്നെയായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും അമ്മുമ്മയും അനിയനും. ഓക്കെ. അങ്ങനെ അനിയൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ. ആഹാ. അപ്പൊ അനിയനോടൊക്കെ തല്ലുകൂടാറുണ്ടോ? ചില സമയങ്ങളിൽ എന്ന് വെച്ചാൽ എന്തിനാ തല്ലുകൂടുന്നേ? ഈ അനിയന്മാരെല്ലാം വിഷയമാണല്ലോ അർജുൻ. എല്ലാവരും വീട്ടിലെ അനിയന്മാര് ചുമ്മാ ഇരിക്കുന്ന ചേട്ടനെ പോയി ഞോണ്ടി കൊടുക്കും. ഞണ്ടുമല്ലോ വന്നോ? അപ്പൊ എന്ത് ചെയ്യും? ചേട്ടൻ പിടിച്ചിരുത്തി ഇടിക്കും. ആണോ? അയ്യോടാ. അനിയാണോ കൂടുതൽ ഇടി മേടിക്കുന്നത് അല്ല ചേട്ടനാണ് ഇടി കൂടുതൽ ഇങ്ങോട്ട് മേടിക്കുന്നത്? ഓ, അനിയൻ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് നമ്മളെ കൂടെ അടി മേടിക്കും അല്ലേ? അപ്പൊ ഈ അനിയന്റെ ഇടിയും മേടിക്കണം, അച്ഛന്റെ അടിയും മേടിക്കണം അല്ലേ? അപ്പൊ അതൊരു ഇരട്ടി ജോലിയാണ്. അത് നമ്മുടെ ഈ ശരീരത്തിൽ താങ്ങത്തില്ലല്ലോ. അപ്പൊ ആരെങ്കിലും ഒരാള് നമുക്ക് സഹകരിച്ചു കൊടുക്കും അല്ലേ? കാരണം അനിയന്റെ ഇടി മേടിക്കാം അല്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഏതാണ് അർജുന്? ബയോളജി. ഓ, ബയോളജിയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? എന്താണ് ബയോളജിയോട് ഇത്ര ഇഷ്ടം വരാൻ കാര്യം എന്താണ്? പ്ലാന്റ്സിനെ കുറിച്ചും ഹ്യൂമനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ടാണ് ബയോളജി ഇഷ്ടപ്പെട്ടത്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെയാണ്? പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അത്രയ്ക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ അല്ലേ? നമ്മൾ 7ാം ക്ലാസ് കടന്ന് 8ാം ക്ലാസ്സിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ എല്ലാ വിഷയങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. എന്ത് ചെയ്യാനാ അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഒരു വിഷയങ്ങൾ വഴങ്ങി തരുന്നുമില്ല അല്ലേ? പാടാണോ പഠിക്കാനൊക്കെ? ഭയങ്കര പാടാ. ട്യൂഷനൊക്കെ ഇല്ലേ? ട്യൂഷൻ ഉണ്ട്. അപ്പൊ 7ാം ക്ലാസ്സിന്റെ കുറെയൊക്കെ പഠിച്ച് കുറെയൊക്കെ പാങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 8ാം ക്ലാസ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് 7. അപ്പൊ അതൊക്കെ ശരിയായിക്കോളും കേട്ടോ. അപ്പൊ നമ്മൾ 7ാം ക്ലാസ്സിൽ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8ാം ക്ലാസ് ചിലപ്പം ഇതൊക്കെ തന്നെയാണ് 8, 9 കൊണ്ട് പോകുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡിന് വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെയാണ്? തല്ലൊക്കെ കൂടാറുണ്ടോ? ഇല്ല. സ്കൂളിലെ പാവം വിദ്യാർത്ഥിയാണോ? അതെ. ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? പറ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ, പിന്നെ പഠിക്കും, അത്രേ ഉള്ളു. ചിലരൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി വിടുന്നത്. നല്ല അടി കൊടുക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. ഞാൻ അതിന്റെ ഇടയിലോട്ടേ പോത്തില്ല, എനിക്കും കിട്ടും പോയി കഴിഞ്ഞാൽ. ഓ, അതുകൊണ്ട് ഒഴിഞ്ഞ് മാറുവാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഇടയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് അനിയൻ്റെ കിട്ടുന്നുണ്ട് അല്ലേ? ഇനി അത് കൂട്ടുകാരന്മാരുടെ കൂടെ കിട്ടി നമ്മളെ ലോഡ് കൂട്ടണ്ട. ആണോ? ടീച്ചർമാരൊക്കെ അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ നല്ല സഹകരണം പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ചില ടീച്ചർമാരെന്താ പഠിപ്പിക്കത്തില്ലേ? അല്ല, പഠിപ്പിക്കും. ചില ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ദേഷ്യം, എന്തോ ഇതാലും അങ്ങ് ദേഷ്യം. അതെന്തിനാ ദേഷിക്കുന്നത്? എനിക്കറിയത്തില്ല, വെറുതെ ഇരിക്കുന്തോറും അങ്ങ് ദേഷ്യ. ചുമ്മാ ഇരിക്കുമ്പോ ടീച്ചർമാർ ദേഷിക്കും. എന്തുവാ ഇങ്ങനാണോ അങ്ങനാണോ എന്നൊക്കെ ചോദിച്ചോണ്ടെങ്കിൽ കുരുത്തക്കേട് കാണിക്കൂ. ചിലർക്കൊക്കെ ഉണ്ട് കുറച്ച് തിളപ്പ് കൂടുതലാ ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ആ ടീച്ചർമാരൊക്കെ ചിലപ്പം ഒരുപക്ഷെ നിങ്ങള് പിള്ളേർ സ്കൂളല്ലേ, ഇത്രയും കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് പോകണ്ടേ? അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ടീച്ചർമാർക്ക് കുറച്ചൊക്കെ ദേഷ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മള് അതൊക്കെ ടീച്ചർമാർ നമ്മളെ വീട്ടിലെ രക്ഷാകർത്താക്കളെ കാണുന്ന പോലെ അവരെയൊക്കെ കാണുക. കാര്യം നമ്മളെ വീട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇരിക്കുന്നതും അല്ലേ വിദ്യാലയങ്ങളിലാണല്ലോ. അപ്പൊ അവര് നമ്മളെ ഒരു സ്നേഹം കൊണ്ടൊക്കെ നമ്മളെ വഴക്ക് പറയുന്നതാണെന്ന് കരുതുക. ഓക്കെ. നമ്മുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതുക.
ഓക്കെ. പിന്നെ ഏറ്റവും ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അർജുന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പെയിന്റിങ്, ഡ്രോയിങ്, ആ പിന്നെ വയലിൻ വയലിൻ വായിക്കുന്നത്. ആ വയലിലൊക്കെ വായിക്കുന്നുണ്ടോ? ആ ആഹാ, വയലിൻ കൊണ്ടുവന്നില്ലല്ലേ, നമുക്ക് ഒന്ന് വായിപ്പിക്കായിരുന്നല്ലോ നമുക്ക്. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ്? പുറത്തൊക്കെ കളിക്കാനൊക്കെ പോകും കൂട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്? ഞായറാഴ്ച ചില ദിവസം 2-3 പേര് വരും, അപ്പൊ പോകും. അതുപോലെ നമ്മള് വീട്ടിലെങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ തല്ലാറുണ്ടോ? ചില സമയത്ത്, ഉം? ചില സമയത്ത്. എന്തിനാ ചില സമയത്തൊക്കെ തല്ലുന്നത്? ഞാൻ ഓരോ കുരുത്തക്കേടാക്കി ഒപ്പിച്ചു വെക്കും. ഉം. അത് ചെയ്തോണ്ടിരിക്കുമ്പോ അനിയൻ വന്ന് കാണും, അവൻ എന്റെ കൂടെ നിൽക്കും, 2 പേർക്കും കിട്ടും. അത് ശരി. പരാതി ഇല്ലല്ലോ, അനിയനും കിട്ടി ചേട്ടനും കിട്ടി അല്ലേ? അപ്പൊ വീട്ടില് നല്ല കുരുത്തക്കട അല്ലേ? അർജുന് എന്ത് പറയുമ്പോഴാണ് കൂടുതൽ വിഷമം തട്ടുന്നത്? എന്ത് പറയുമ്പോ? അച്ഛൻ വഴക്ക് പറയുമ്പോഴും അത് മാനസിക തട്ടുമ്പോ ഭയങ്കര വിഷമം. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അമ്മ ഇഷ്ടമല്ലയോ? അമ്മ ഇഷ്ടമാണ്, പക്ഷെ അച്ഛനാണ് കുറച്ചും കൂടെ സ്നേഹം. അപ്പം അച്ഛൻ വഴക്ക് പറയുന്നത് അർജുന് താങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛൻ അങ്ങനെ അടിക്കാറത്ത് എല്ലാവർക്കും അല്ലേ? അടിക്കും, പക്ഷെ അങ്ങനൊന്നും അടിക്കത്തില്ല, സ്ഥിരം അമ്മ അടിക്കുന്നത്. അമ്മയാണ് സ്ഥിരം അടിക്കുന്നത് അല്ലേ? അത് ശരി. അപ്പൊ അച്ഛൻ വഴക്ക് പറയാതിരിക്കാൻ ശ്രമിക്കുക. അച്ഛൻ അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ അടിക്കണമെങ്കിൽ എന്തെങ്കിലും തക്കതായ ഒരു കുരുത്തകൾ കണ്ടിട്ടായിരിക്കുമല്ലോ. ആണ്, കുരുതകേട് കണ്ടിട്ടല്ല, പരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പോ. ഓ, പരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പോ അത് നല്ല കാര്യമല്ലേ? പരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പം വലിയ തല്ലുന്നോളൂ, അല്ലാതെ വേറെ കാര്യങ്ങൾക്കൊന്നും അച്ഛൻ അടിക്കുന്നില്ലല്ലോ. അത് അച്ഛന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണമല്ലോ. കാര്യം ഇവിടെ ഓരോ അച്ഛന്മാരും അമ്മമാരും നമ്മൾ നല്ലൊരു ഭാവി ഉണ്ടാവണം, നല്ലൊരു രീതിയിൽ എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അവർ നമുക്ക് വേണ്ടി ഇത്രയും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അല്ലെ മക്കളെ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടില് പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ഛനമ്മമാരെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നത്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ അടി നിവേദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ചിന്തിക്കും, അച്ഛൻ ഇന്ന് എന്തുകൊണ്ട് എന്നെ ഇന്ന് അടിച്ചില്ല, ആ അടിക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ ആ രീതിയിൽ നമ്മൾ കാണാവുള്ളൂ. അപ്പൊ നമ്മളോട് ദേഷ്യമോ പ്രതികാരമോ ഒന്നും ഉണ്ടായിട്ടല്ല അച്ഛൻ അടിക്കുന്നത്. ആണോ? ആണോ? അല്ല. അപ്പൊ അതുപോലെ കരുതുക. പിന്നെ അതുപോലെ നമ്മൾ വീട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3/4 സമയവും സ്കൂളിലാണ്. അതൊക്കെ വിനോദയാത്രകളൊക്കെ പോകാറുണ്ടോ? എവിടെയെങ്കിലും യാത്രകളൊക്കെ പോകാറുണ്ടോ? അച്ഛന്റെ കൂടെ പോകും. സ്കൂളിൽ നിന്ന് കഴിഞ്ഞ വർഷം പോയായിരുന്നു. എവിടെ പോകാനാണ് ഇഷ്ടം കൂടുതലും ഇഷ്ടം തെന്മല പോവാൻ. ഒരു പ്രാവശ്യം അച്ഛന്റെ ഒക്കെ കൂടെ പോയായിരുന്നു, അവിടെ നല്ല രസമാണ് അല്ലേ? അതുപോലെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഏറ്റവും അതിൽ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, സ്കൂളിലെ അത് വേണ്ട, ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആരാണ്? അവാർഡ് കിട്ടിയത് കൗശിക് സുന്ദരനാണ്. അർജുൻ എങ്ങനെയുണ്ട് പഠിത്തം? കുഴപ്പമില്ല. നന്നായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കുക അല്ലേ? അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ എടുത്ത് അർജുന്റെ ഒരു ഉപദേശം എന്താണ്? ഇനിയും നല്ലപോലെ പഠിക്കണം. പഠിത്തം മാത്രം മതിയോ ജീവിതത്തില്? ഇല്ല, കുറച്ച് ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെ കാണും. നല്ല രീതിയിൽ നമ്മള് ഇടപെടാനായിട്ടും മൂത്തവരെ ബഹുമാനിക്കാനും എല്ലാം പഠിക്കണം. നമ്മളെല്ലാവരുമായിട്ട് സഹകരിക്കുന്ന ആ ഒരു സഹകരണം ബഹുമാനിക്കാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നല്ല പ്രവൃത്തികൾ കാണുക, നല്ല പ്രവൃത്തികൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയുക. നമ്മൾ കാണുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളായിരിക്കണം, നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ കാണുക, അതുവഴി നമ്മൾ സഞ്ചരിക്കുക അല്ലേ? ഓക്കെ. ഇനി ഭാവിയിൽ എന്താണ് പരിപാടി? ആകാനാണ് ആഗ്രഹം? ഡോക്ടർ ആവാനാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത്? ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ, ബയോളജി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണോ? നേരത്തെ പറഞ്ഞല്ലോ ബയോളജി ആണ് ഇഷ്ടമെന്ന്. ഇപ്പൊ ഈ ബയോളജി മാത്രം ഇഷ്ടപ്പെട്ട് കാര്യമില്ല ഡോക്ടർ ആവാൻ. ഒരുപാട് പിന്നിൽ കാര്യങ്ങളുണ്ട്. എന്താണ് കാര്യം? ഒത്തിരി ഇതൊക്കെ ഹ്യൂമൻസിനെ കുറിച്ച് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്. എന്ത് ഡോക്ടർ ആവാനാണ് ആഗ്രഹം? ഡോക്ടർ കൂടുതൽ ആഗ്രഹം ഹ്യൂമൻ ഡേ ആവാനാ. ആണോ? നമ്മള് കുന്നോളം ആഗ്രഹിക്കുക അല്ലെ? നമ്മള് ഒരു കുന്നോളം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി കിട്ടും, ചെറിയൊരു കഷ്ണമെങ്കിലും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു മലയോളം ആഗ്രഹിച്ചാൽ ഒരു ചെറിയ കുന്ന് കിട്ടും അല്ലെ എന്ന് പറഞ്ഞ പോലെ. അപ്പം അർജുന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ഞങ്ങള് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അർജുന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. അതുപോലെ കൂട്ടുകാർക്ക് എല്ലാവരും നമ്മള് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ കഴിയുക. അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ സന്തോഷം എന്ത് ചെയ്യുമ്പോഴാണ്? ഏറ്റവും കൂടുതൽ സന്തോഷം കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ. കൂട്ടുകാരായിട്ട് എങ്ങനെ സമയം ചെലവഴിക്കുമ്പോഴാണോ? യാത്ര പോകുമ്പോഴാണോ? യാത്ര പോകുമ്പോ. അങ്ങനെ ചെയ്യാറുണ്ടോ? ടൂറിനൊക്കെ പോകുമ്പോ ചില സമയത്തൊക്കെ പോകും. അപ്പം കൂട്ടുകാരുമായിട്ട് കൂട്ടുകാരായിട്ടൊക്കെ ചെലവഴിക്കും. ഓക്കെ ഓക്കെ. അപ്പം സ്കൂളിൽ പഠിക്കുന്ന പറഞ്ഞാൽ മൗണ്ട് വ്യൂ ഹൈസ്കൂൾ. അതെവിടെയാണ്? നാന്തിരിക്കൽ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
ഇങ്ങനെ സ്കൂൾ ബസ്സിലാണോ പോകുന്നത്? സ്കൂൾ ബസ് ഉണ്ടോ അതോ അല്ലാതെ ബസ് വല്ലതും ഉണ്ടോ? സ്കൂൾ ബസ്സിലാ പോകുന്നത്. സ്കൂൾ ബസ്സിലാണ് പോകുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ചോറൊക്കെ കൊണ്ടുപോകും അല്ലേ? എല്ലാ ദിവസവും ചോറ് കൊണ്ടുപോകും. അച്ഛനമ്മയൊക്കെ വർക്ക് ചെയ്യാണോ? എവിടെ വർക്ക് ചെയ്യുന്നു? അച്ഛൻ സാരഥിയിലെ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ് അല്ലേ? അമ്മ ഒരു കൊച്ചു കമ്പനിയിലെ കസ്റ്റമർ കെയർ. ഒരു കൊച്ചു കമ്പനിയിലെ കസ്റ്റമർ കെയർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അമ്മവും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഫുൾ ടൈം അല്ലേ? പിന്നെ ഒരു പട്ടിക്കുഞ്ഞുണ്ട്. ഓ, പട്ടിക്കുഞ്ഞുണ്ട് അല്ലേ? ഇപ്പം സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ പട്ടിക്കുഞ്ഞുമായിട്ടുള്ള യുദ്ധമായിരിക്കും. അല്ല ഇല്ല ഇല്ല, സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനൊന്നും കളിപ്പിക്കത്തില്ല. സ്കൂളിൽ കഴിഞ്ഞ് ട്യൂഷന് പോയിട്ട് വന്നിട്ട് രാത്രി ആകുമ്പോ കളിപ്പിക്കും. അപ്പൊ അർജുൻ നല്ലൊരു ലെവലിൽ എത്തട്ടെ ഞാനും പ്രാർത്ഥിക്കാം. വേറെ നമ്മൾ കൂട്ടുകാർക്ക് നേരത്തെ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? സ്കൂളുകളിലൊക്കെ മൊബൈലൊക്കെ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല, മൊബൈലൊന്നും കൊണ്ടുപോകാറില്ല. ഈ മൊബൈൽ സ്കൂളിലൊക്കെ പിള്ളേർ മൊബൈൽ കൊണ്ടുപോകാറുണ്ട് ഇല്ലേ? അതിനെ കുറിച്ച് എന്താ പറയുന്നത്? മൊബൈൽ കൊണ്ടുപോകുന്നത് നല്ലതല്ല. കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അതിനകത്ത് ഓരോന്നൊക്കെ കാണും. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാതിരിക്കണം. കൊണ്ടുപോകരുത്. ഫോൺ കണ്ട് ഇങ്ങനെ അഡിക്ഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് നിർത്തി വെക്കുന്നത് നല്ലതാണല്ലേ? ഫോൺ കണ്ടാലാണോ അഡിക്ഷൻ ആവുന്നത്? ഒത്തിരി നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഗെയിമൊക്കെ കളിക്കുമ്പോ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലേ? മൊബൈലൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ചില സമയം ഞായറാഴ്ചകളിൽ. അങ്ങനെ അഡിക്റ്റ് ആയിട്ടില്ല? എല്ലാ ഞായറാഴ്ചയും കളിക്കാറുണ്ടോ? ചില ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും തരത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. ചില ദിവസം ഞാൻ വയലിൻ പഠിക്കാൻ പോകും. അപ്പൊ അതിനു മുമ്പ് ഇച്ചിരി റിലാക്സ് ആവാൻ വേണ്ടിട്ട് അല്ലേ? വയലിനൊക്കെ പഠിക്കാൻ പോയില്ല, അവിടെ ടെൻഷൻ ആവണ്ടേ ഇല്ലയോ? അതുകൊണ്ട് റിലാക്സ് ആവാൻ വേണ്ടിട്ട്. പക്ഷേ വയലിന് പോകുമ്പോ റിലാക്സ് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അർജുന്റെ ആഗ്രഹം പോലെ എല്ലാം സാധിക്കട്ടെ. അപ്പൊ ഈ തിരക്കേറിയ ജീവിതത്തിലും തിരക്കേറിയ സ്കൂൾ യാത്രയിലും ഒക്കെ നമ്മുടെ പഠിത്ത കാര്യത്തിലൂടെ ഒക്കെ വളരെ 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 നല്ലൊരു പൊസിഷനിൽ എത്തണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. ഓക്കെ.